എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് കഴിഞ്ഞ പ്രിലിംസിന് കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്ത് നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. പുതിയ SCRTയിലെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിരുന്നത്. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് SCRT ചാപ്റ്റർ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, തൊഴിൽ പങ്കാളിത്തത്തിലും വരുമാനത്തിലുമുള്ള ലിംഗപദവി വ്യത്യാസങ്ങളുടെ കാരണങ്ങളെക്കുറിച്ച് ഗവേഷണ പഠനം നടത്തുകയും 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടുകയും ചെയ്ത വനിതയാണ് ക്ലോഡിയ ഗോൾഡിൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു അനുച്ഛേദമാണ് നിയമത്തിന് മുന്നിലുള്ള സമത്വം നൽകുന്നത്? അനുച്ഛേദം 14. നിയമത്തിന് മുന്നിലുള്ള സമത്വം അനുച്ഛേദം 14. അടുത്ത ക്വസ്റ്റ്യൻ, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? ആർട്ടിക്കിൾ 14. ഇത് 9ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റാണ്. ലിംഗവിവേചനത്തിനെതിരെ എന്ന ചാപ്റ്ററാണ്. അതിലെ ക്വസ്റ്റ്യൻ ആണ്, സാമ്പത്തിക ശാസ്ത്രത്തിൽ സമ്മാനം നേടുന്ന മൂന്നാമത്തെ വനിതയാണ് ക്ലോഡിയ ഗോൾഡിൻ. ടെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഡയറക്റ്റ് അത് ചോദിച്ചിരിക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആർട്ടിക്കിൾ 14 എല്ലാ ലിംഗ പദവികളുടെയും തുല്യ അവകാശമാണ് ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 15 ഒരു വ്യക്തിക്കും ലിംഗപദവിയുടെ അടിസ്ഥാനത്തിൽ വിവേചനം ഉണ്ടാവാൻ പാടില്ല. അനുച്ഛേദം 16 എല്ലാ ലിംഗ പദവികൾക്കും അവസര സമത്വം. അനുച്ഛേദം 19(1)(a) എല്ലാ ലിംഗ പദവികൾക്കും സ്വതന്ത്രമായി വേഷം, പെരുമാറ്റം, പ്രവർത്തികൾ എന്നിവയിലൂടെ ലിംഗപദവി പ്രകടിപ്പിക്കാൻ അവകാശമുണ്ട്. ആർട്ടിക്കിൾ 21 എല്ലാ ലിംഗ പദവികൾക്കും അന്തസ്സിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും സ്വകാര്യതയ്ക്കും അവകാശമുണ്ട്. അനുച്ഛേദം 51(a)(e) സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുന്ന ആചാരങ്ങൾ പരിത്യജിക്കേണ്ടത് ഇന്ത്യൻ പൗരരുടെ മൗലിക കർത്തവ്യമാണ്. ഈ ബോക്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്നുകൂടെ പറയാം. ആർട്ടിക്കിൾ 14 എല്ലാ ലിംഗ പദവികൾക്കും തുല്യ അവകാശം. അനുച്ഛേദം 15 ഒരു വ്യക്തിക്കും ലിംഗപദവിയുടെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല. അനുച്ഛേദം 16 എല്ലാ ലിംഗ പദവികൾക്കും അവസര സമത്വം. PYQ ആണ് ഇതെല്ലാം. അനുച്ഛേദം 19(1)(a) എല്ലാ ലിംഗ പദവികൾക്കും സ്വതന്ത്രമായി വേഷം, പെരുമാറ്റം, പ്രവർത്തികൾ എന്നിവയിലൂടെ ലിംഗപദവി പ്രകടിപ്പിക്കാൻ അവസരമുണ്ട്. അനുച്ഛേദം 21 എല്ലാ ലിംഗ പദവികൾക്കും അന്തസ്സിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും സ്വകാര്യതയ്ക്കും അവകാശമുണ്ട്. അനുച്ഛേദം 51(a)(e) സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ പരിത്യജിക്കേണ്ടത് ഇന്ത്യൻ പൗരരുടെ മൗലിക കർത്തവ്യമാണ്. ഭരണഘടനയിലെ ലിംഗപദവി. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 14 എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഓരോ വ്യക്തിക്കും ലിംഗഭേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവേചനം നേരിടരുതെന്ന് അനുച്ഛേദം 15 പ്രസ്താവിക്കുന്നുണ്ട്. അനുച്ഛേദം 15 ഇത് അടുത്ത എക്സാമിന് ചോദിക്കാൻ ചാൻസുണ്ട്. അനുച്ഛേദം 15 ലിംഗഭേദത്തോടൊപ്പം ലിംഗപദവിയും വ്യക്തികളുടെ സാമൂഹിക നിലയുടെ അടിസ്ഥാനമാണെന്ന് 2014 സുപ്രീം കോടതി പറയുകയുണ്ടായി. ഇന്ത്യൻ ഭരണഘടനയുടെ വിവിധ അനുച്ഛേദങ്ങൾ ലിംഗപദവിയുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് എന്ന് 2014 നൽസ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ വർഷമൊന്ന് ഓർത്ത് വെച്ചാൽ ചിലപ്പോൾ ചോദിക്കും. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15. ഒരു വ്യക്തിയും ലിംഗഭേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവേചനം നേരിടുമെന്ന് അനുച്ഛേദം 15 പറയുന്നുണ്ട്. ചാപ്റ്ററിൽ പറയുന്നത് സതി നിരോധനമാണ്. വർഷം പഠിക്കണം. 1987 സതി നിരോധന നിയമം. ഭരണഘടനയുടെ അനുച്ഛേദം 17ലൂടെയും 1955 പൗരാവകാശ സംരക്ഷണ നിയമത്തിലൂടെയുമാണ് ഇന്ത്യയിൽ തൊട്ടുകൂടായ്മ എന്ന അനാചാരം നിരോധിക്കപ്പെട്ടത്. സതി നിരോധിച്ച വർഷം 1987. പിന്നെ തൊട്ടുകൂടായ്മയുടെ ആർട്ടിക്കിൾ ഇമ്പോർട്ടൻ്റ് ആണ്, ആർട്ടിക്കിൾ 17. 1955 പൗരാവകാശ സംരക്ഷണ നിയമത്തിലൂടെയാണ് തൊട്ടുകൂടായ്മ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടത്. ഈ ചാപ്റ്ററിൽ ഇത്രയേ ഉള്ളൂ.